ഹായ് ഫ്രണ്ട്സ്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഒരു 100 പേർ നമ്മളെ പ്രശംസിച്ചാലും അത് നമ്മുടെ മൈൻഡിൽ അധിക ദിവസം ഓർമ്മയിലുണ്ടാകില്ല. എന്നാൽ ആരെങ്കിലും ഒരാൾ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്രിട്ടിസൈസ് ചെയ്ത കാര്യം ദിവസങ്ങളോളം നമ്മുടെ മൈൻഡിൽ കിടക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മളൊരു നെഗറ്റീവായിട്ടുള്ള വ്യക്തി ആയതുകൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത്? ഒരിക്കലുമല്ല. നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു സർവൈവൽ സിസ്റ്റം അങ്ങനെയാണ്. പലരും കരുതുന്ന ഒരു കാര്യമുണ്ട്, ബ്രെയിനിൻ്റെ ജോലി എന്ന് പറയുന്നത് നമ്മളെ സന്തോഷിപ്പിക്കലാണ്. എന്നാൽ അങ്ങനെയല്ല, ബ്രെയിനിൻ്റെ ആദ്യത്തെ ജോലി ഹാപ്പിനെസ് അല്ല, സർവൈവലാണ്. ഇതിന് കാരണമായിട്ട് വരുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പുരാതന മനുഷ്യരൊക്കെ ജീവിച്ചിരുന്നത് ഈ കാടുകളിലായിരുന്നു. അപ്പോൾ അവർ കാടുകളിൽ ജീവിച്ചിരുന്ന സമയത്ത് അവർ ഏതൊരു സാഹചര്യത്തിലും അവർ ആദ്യം കണ്ടിരുന്നത് അപകടങ്ങളെയാണ്. അതിപ്പോൾ അവർ ട്രാവൽ ചെയ്യുന്ന സമയത്താകട്ടെ, ഇര പിടിക്കുന്ന സമയത്താകട്ടെ, ഇനി ഉറങ്ങുന്ന സമയത്താണെങ്കിൽ പോലും അവരുടെ ബ്രെയിൻ അലേർട്ടാണ്. അതായത് അപകടങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള രീതിയിൽ അവരുടെ ബ്രെയിൻ അലേർട്ടായിരുന്നു. അപ്പോൾ ഏതൊരു സാഹചര്യങ്ങളിലും അവർ അപകടങ്ങളെ കാണുവാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ബ്രെയിൻ ഒരു പ്രത്യേക രീതിയിൽ ഇവോൾവ് ചെയ്യപ്പെട്ടു. അതായത് എന്തിനെ സർവൈവൽ ചെയ്യുന്ന രീതിയിലേക്ക് അവരുടെ ബ്രെയിൻ കണ്ടീഷൻ ചെയ്യപ്പെട്ടു. ഇനി ഈ ഒരു പ്രോഗ്രാമിംഗ് തലമുറകളായിട്ട് അവർ നമുക്ക് നൽകിയിട്ടുള്ളതാണ്. സൈക്കോളജിസ്റ്റുകൾ പറയുന്നൊരു കാര്യമുണ്ട്, ഈ നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ പശ പോലെ ഒട്ടിപ്പിടിക്കും. എന്നാൽ പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ ഒരു ടഫ്ലൻ പാനിൽ വെള്ളം വന്ന് വീണ് അത് ഒഴുകിപ്പോകുന്നത് പോലെ അങ്ങ് ഒഴുകിപ്പോകും. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ ഉദാഹരണമായിട്ട് പറഞ്ഞത്. 100 കോംപ്ലിമെൻറ്റ്സ് നമുക്ക് കിട്ടി, നമുക്കത് ഓർമ്മയുണ്ടാകില്ല. എന്നാൽ ഒരു ക്രിറ്റിസിസം നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്താണെങ്കിലും ഈ 100 കോംപ്ലിമെൻറ്റ്സ് അല്ല നമ്മൾ ഓർക്കുന്നത്, നമുക്ക് കിട്ടിയ ആ ഒരു ക്രിറ്റിസിസം ആയിരിക്കും. അതായത് ഏതൊരു സാഹചര്യത്തിലും ബ്രെയിൻ തേടുന്നത് ഒരു സർവൈവൽ ഇൻഫോർമേഷനാണ്. ഇത് നമ്മുടെ പാസ്റ്റിലുണ്ടായിട്ടുള്ള ഏത് കാര്യത്തിലാണെങ്കിലും, ഇപ്പോൾ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഫെയിലുവർ ഉണ്ടായി, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പരാജയം, ഒരു ഇൻ്റർവ്യൂ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ എക്സാം പരാജയപ്പെട്ടു, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതിനകത്തെല്ലാം നമ്മളെ ഹർട്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും നമ്മൾ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളല്ല, നമ്മുടെ ബ്രെയിൻ. ഇപ്പോൾ റിലേഷൻഷിപ്പിൽ തന്നെ അവർ ഒരു 99 നന്മകൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു തെറ്റ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ 99 നന്മകളും നമ്മുടെ ബ്രെയിൻ അങ്ങോട്ട് മറക്കും. ആ ഒരു തെറ്റ് അതിങ്ങനെ നമ്മളെ ഇങ്ങനെ ഹർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഒന്നാം തരം സ്റ്റോറി ടെലറാണ്. അത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻഗണന നൽകി കഥകൾ ഇങ്ങനെ മെനഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൈക്കോളജി മനസ്സിലാക്കിയാണ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളാകട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാകട്ടെ, ഇവരെല്ലാം ഈ ഒരു സൈക്കോളജി മനസ്സിലാക്കിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഏതെങ്കിലും നല്ല കാര്യങ്ങൾ നമുക്ക് ഇട്ട് തന്നു കഴിഞ്ഞാൽ നമ്മളത് കാണില്ല. എന്നാൽ ഏതെങ്കിലും ഡിബേറ്റ്സുകളോ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളോ അല്ലെങ്കിൽ ഗോസിപ്പുകളോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് സ്ക്രോൾ ചെയ്യാതെ കണ്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ, നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾക്ക് നല്ല റീച്ച് ഉണ്ടാകും, എന്നാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വ്യൂസ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രാപ്പിൽ നിന്ന് പുറത്ത് കിടക്കുവാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അത് കേൾക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് കണ്ടീഷൻ ചെയ്യപ്പെട്ടതാണ്. എന്നാൽ ഈ കണ്ടീഷൻ ചെയ്യപ്പെട്ട ബ്രെയിനിനെ നമുക്ക് റീകണ്ടീഷൻ ചെയ്യിക്കാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ കൊണ്ടു നടക്കുന്ന പല ജീവിത മൂല്യങ്ങളുണ്ട്, അല്ലെങ്കിൽ വിശ്വാസങ്ങളുണ്ട്. അത് മതവിശ്വാസമാകാം, നമ്മുടെ രാഷ്ട്രീയമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പല മൂല്യങ്ങളും. ഇതൊക്കെ നമ്മളിലേക്ക് വന്നു ചേർന്നത് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. അത് ഇൻഫോർമേഷൻസ് ആയിട്ട് വന്നു, ചിന്തകളായി, പിന്നീട് അത് ബിലീഫ് സിസ്റ്റമായിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കയറിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് കഴിയില്ല എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കതിനെ റീട്രെയിൻ ചെയ്ത് എനിക്ക് കഴിയുമെന്നുള്ള രീതിയിലേക്ക് മാറുവാൻ കഴിയും. എനിക്ക് കഴിയുമെന്നുള്ള ബിലീഫ് സിസ്റ്റത്തിലേക്ക് നമുക്ക് മാറുവാൻ കഴിയുമെന്നുള്ളതാണ്. അത് വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ച്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക, ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടീഷൻഡ് ആയിട്ടുള്ള നമ്മുടെ ബ്രെയിനിനെ നമുക്ക് റീകണ്ടീഷൻ ചെയ്യിക്കുവാൻ കഴിയും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ഫാക്റ്റ് ആണെന്ന് കരുതാതിരിക്കുക. അതായത് തോട്ട് ഈസ് ജസ്റ്റ് എ തോട്ട്. ഒരു ചിന്ത എന്ന് പറയുന്നത് ഒരു ചിന്ത മാത്രമാണ്. അതിന് എന്തെങ്കിലും രീതിയിലുള്ള അർത്ഥങ്ങൾ നൽകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മളതിന് അർത്ഥം നൽകുന്നില്ല എങ്കിൽ ആ ഒരു ചിന്ത വരും, അത് മൈൻഡിലിട്ട് കുറച്ച് നേരം കളിക്കും, അതിനുശേഷം ആ ചിന്ത നമ്മളിൽ നിന്ന് പൊയ്ക്കോളും. അതിന് ഏതെങ്കിലും രീതിയിലുള്ള അർത്ഥങ്ങൾ നൽകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മളെ ഡിപ്രസ്ഡ് ആക്കും, അല്ലെങ്കിൽ ടെൻസ്ഡ് ആക്കും, അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആക്കും.
അപ്പോൾ ഏതെങ്കിലും ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കേണ്ടതാണോ എന്ന് മനസ്സിലാക്കി അതിനെ സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും അതൊരു ഫാക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കുക. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പാസ്റ്റിൽ നമ്മൾ വിജയിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ഒരുപാട് മഹത്തായ വിജയങ്ങളാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മുടെ ബ്രെയിനിന് അങ്ങനെ വലിയ വിജയമെന്നോ ചെറിയ വിജയം എന്നോ അങ്ങനെയൊന്നുമില്ല. ഏതെങ്കിലും രീതിയിലുള്ള വിജയങ്ങൾ നമ്മൾ നേടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്തതാകാം, ഒരു ഇൻ്റർവ്യൂ ജയിച്ചതാകാം, അല്ലെങ്കിൽ എക്സാം പാസ്സായതാകാം. ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ബ്രെയിനിന് മുൻപിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. വേണമെങ്കിൽ ഒരു ബുക്ക് എടുത്ത് ഒരു 3 കാര്യങ്ങളെങ്കിലും, നമ്മുടെ പാസ്റ്റിൽ വിജയിച്ച ഒരു 3 കാര്യങ്ങളെങ്കിലും എടുത്തെഴുതി അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ബ്രെയിനെ നമ്മളവിടെ റീട്രെയിൻ ചെയ്യിക്കുകയാണ്. എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇനിയും പുതിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള രീതിയിൽ നമ്മൾ ബ്രെയിനിനെ റീട്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ അടുത്തതായിട്ട് ചെയ്യേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നെഗറ്റീവായിട്ടുള്ള കണ്ടൻസിൻ്റെ കൺസംഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഈ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ, ഗോസിപ്പുകൾ, അതുപോലെ തന്നെ ഡിബേറ്റ്സുകൾ, ഇതൊക്കെ കാണുക, കേൾക്കുക, അതുപോലെ തന്നെ ഡിസ്കസ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ പരമാവധി ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് നിർത്താൻ കഴിയില്ല. ഇതിൻ്റെ ആ ഒരു കൺസംഷൻ എന്ന് പറയുന്നത് പതുക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ നെഗറ്റീവായിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലും തോറും നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, പിന്നീട് അതൊരു തോട്ടാക്കി മാറ്റും. ആ തോട്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ ആക്ഷൻസ് ഉണ്ടാകും. പിന്നീട് നമ്മുടെ ഒരു ഹാബിറ്റായി മാറും. പിന്നീട് നമ്മുടെ ഒരു ബിഹേവിയർ എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് മാറും. നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് ചെന്നെത്തുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കണ്ടൻസിൻ്റെ കൺസംഷൻ ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു 3-4 കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ തന്നെ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫ് ഡിസൈൻ ചെയ്യുക. പുതിയ നല്ല ഇൻഫോർമേഷൻസ്, പുതിയ ബിലീഫ് സിസ്റ്റത്തിലൂടെ, പുതിയ നല്ല ഹാബിറ്റ്സുകളിലൂടെ നമ്മുടെ ബ്രെയിനിനെ അങ്ങോട്ട് പതുക്കെ റീട്രെയിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ലൈഫ്, നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ലൈഫുണ്ട്, നമ്മൾ സ്വപ്നം കാണുന്ന ഒരു ജീവിതം, ആ ഒരു രീതിയിൽ നമ്മുടെ ബ്രെയിനെ നമുക്ക് ട്രെയിൻ ചെയ്യിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വസ്തുത മനസ്സിലാക്കി ഇന്ന് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക, അത് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. ഓക്കെ ഫ്രണ്ട്സ്,